ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ ആയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മൾ സെറ്റാക്കിയെന്ന് പറയുമ്പോൾ ഒരു ഷീപ്പിൻ്റെ ഫാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വൂൾ ഫാം ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വർക്കിങ്ങും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ കാണിച്ചു തന്നില്ലായിരുന്നു. നമ്മൾ ഈ പാത്ത് പൊട്ടിക്കാൻ മറന്നു കേട്ടോ. അടുത്ത ഡേറ്റ് നമ്മൾ പൊട്ടിക്കാൻ മറന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെറ്റാക്കിയ നമ്മുടെ വൂൾ ഫാം കേട്ടോ. നല്ല രീതിക്ക് നമുക്കിന്ന് വൂളും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. സോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അത്യാവശ്യം AFK നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ബ്രൗൺ വൂളും കാര്യങ്ങളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. രണ്ട് സ്റ്റാക്കിനടുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്രൗൺ വൂള്. സംഭവം വർക്കിംഗ് ആകുന്നുണ്ട്. സെറ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു ഷീപ്പാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വൂളും കാര്യങ്ങളും നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ പുതിയൊരു സംഭവം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മുടെ വീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളും വളർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇത് ചെയ്തിട്ടില്ല കേട്ടോ. ഇതുവരെ നമ്മൾ വീറ്റും കാര്യങ്ങളും എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ വില്ലേജസും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മളെ വില്ലേജിൻ്റെ ഫാമും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഫുൾ വില്ലേജാണ്. മിക്കവാറും അമ്മമാരെ തല്ലിക്കൊല്ലേണ്ട ഗോലാണ് ഗൈസ്. അത്രത്തോളം വില്ലേജാണ്. ഫുൾ വില്ലേജ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10-50 വില്ലേജ് ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ. സോ ഇതാണ് ഗൈസ് നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്തത് ഒരു സംഭവമാണ്. ഞാൻ കുറേ ടൈം എടുത്ത് സെറ്റ് ചെയ്താണ് നമ്മുടെ ഒരു വില്ലേജർ ട്രേഡിംഗ് ഹാള്. ഞാൻ ഫുള്ളങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഗൈസ് ഇപ്പോൾ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. നമ്മളെ നൈറ്റ് ആകുമ്പോൾ വേറൊരു സാധനം, ഒരു ഫാൽക്കൺ എന്നൊരു സാധനമുണ്ട്. സോ ഇത് ബേഡാണ് കേട്ടോ. ആ ബേഡ് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ വില്ലേജിനെ പോയി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതുമാത്രമല്ല, നമ്മുടെ സ്പൈഡർ സംഭവം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. സ്പൈഡർ നമ്മുടെ വില്ലേജേഴ്സിന് എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ സോംബീസൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ ചിലപ്പോൾ സ്പോൺ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സെറ്റാക്കിയത്. സോ ഇപ്പം സംഭവം സെറ്റാണ്. സോ പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടോ ഗൈസ്. ഇതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫുള്ളങ്ങ് ഇതൊക്കെ നമ്മുടെ ബാമ്പുവിൻ്റെ ബ്ലോക്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത്. ഫുള്ള് നമ്മുടെ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ സീനാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ടൈം എടുത്ത് സെറ്റാക്കിയതാണ്. ഞാൻ ഓരോരോ വില്ലേജിനെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പുതിയ സെറ്റാക്കിയെന്ന് പറയുമ്പോൾ 4 വില്ലേജിനാണ്. സോ 4 വില്ലേജിനെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓരോരോ വില്ലേജിനായിട്ട് നമ്മൾ ഓരോരോ ജോബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു 2 വില്ലേജിന് കൊടുത്ത ജോബ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോൺ കട്ടർ എന്ന് പറഞ്ഞൊരു ജോബാണ്. നമ്മുടെ സ്റ്റോൺ കട്ടർ എന്ന് പറഞ്ഞ ജോബാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ജോബിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ബ്ലോക്സും കാര്യങ്ങളും ഉമ്മാരെ കയ്യിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ കാണിച്ച ഉമ്മാർ എന്തൊക്കെ തരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഒരു വില്ലേജിനെ ഞാൻ എന്തായാലും മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു വില്ലേജർ മെയിനായിട്ട് തരുന്നതാണ്ട് ബ്ലോക്ക് ഓഫ് കാർഡ്സ് പറഞ്ഞ ഒരു ബ്ലോക്കാണ്. സോ ഈ ഒരു ബ്ലോക്ക് വെച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഒരു ബ്ലോക്കാണത്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ഒരു മെയിൻ ബേസും കാര്യങ്ങളും നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്താലൊന്ന് ആലോചിക്കുകയാണ്. നമ്മൾ ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളും വെച്ച് നമ്മളൊന്ന് ഫുള്ളൊന്ന് മോഡേൺ ഹൗസ് ആക്കിയാലൊന്ന് ആലോചിക്കുകയാണ്. സോ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ തരുന്ന ഇതുപോലുള്ള ബ്ലോക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് നമ്മൾ അടുത്ത വില്ലേജിനെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഉമ്മരെ കയ്യിൽ നിന്ന് കുറേ ഐറ്റംസുകൾ വാങ്ങി നമ്മൾ ആ ചെസ്റ്റിലും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു വില്ലേജ് വരുന്ന ഡ്രിപ്പ് സ്റ്റോൺ ആണ്. സോ ഇത് നമുക്ക് യൂസ്ഫുള്ളൊരു സംഭവമാണെന്ന് ചോദിച്ചാൽ അതെ ഗൈസ്, നമുക്ക് നമ്മുടെ ലാവ ഫാം സെറ്റ് ആക്കേണ്ടത് നമുക്ക് മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് ഈ ഒരു ഡ്രിപ്പിൻ്റെ ഒരു സംഭവം കേട്ടോ. ഇത് വെച്ച് നമുക്ക് ലാവൻ്റെ ആ ഒരു ഫാമും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും കുറച്ചിത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ചെസ്റ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു വില്ലേജറിന് നമ്മൾ ജോബ് കൊടുത്തിട്ടില്ല. ഈ ഒരു വില്ലേജറിന് ജോബ് കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഇതിലൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു വെറൈറ്റി ജോബ് കൊടുക്കണം. എന്തായാലും സെറ്റായി കൊടുക്കണം കേട്ടോ. നല്ലൊരു ജോബ് നോക്കി കൊടുക്കണം. ഇനിയാണ് ഗൈസ് മെയിൻ ഐറ്റം. നമുക്ക് മെയിനായിട്ട് ഐറ്റംസ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വില്ലേജർ. സോ ഈ ഒരു വില്ലേജർ നമുക്ക് തരുന്നതെന്ന് പറയുമ്പോൾ ഈ 2 റെയർ സാധനമാണ് ഗൈസ്. സോ ഈ ബോട്ടിൽ ഓഫ് എൻചാൻറ്റിങ് എന്ന് പറഞ്ഞൊരു സംഭവം തരുന്നുണ്ട്. സോ അതുപോലെ തന്നെ എൻഡർ പേളും തരുന്നുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് മുമ്പ് നമ്മൾ എൻഡർ പേളും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ ചെസ്സിലുള്ളത്. സോ കണ്ടില്ല ഗൈസ്, ഞാൻ എൻഡർ പേൾ 12 വാങ്ങി. പിന്നെ ഇത് ഞാൻ കുറച്ച് നമ്മൾ ഈ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് റെഡിയാക്കിയതാണ്. നമ്മളെ ഈ ഓഫ് എൻഡർ നമ്മൾ 15 സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ ഈസി ആട്ടോ. സോ ഈ ഒരു എൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോങ് ഹോൾഡിലെ ഒരു പോർട്ടലും കാര്യങ്ങളും കണക്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓഫ് എൻഡർ യൂസ് ചെയ്യും കേട്ടോ. സോ
അതുപോലെ തന്നെ നമ്മൾ എൻട്രപ്പുകൾ 12 ഞാൻ ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. സോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്താ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ചെസ്റ്റ് കണ്ടില്ല, ഈ ഒരു ചെസ്റ്റിൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ റെഡിയാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബോയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡ്രാഗനെ കൊല്ലാനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എൻസിറ്റി കണ്ടുപിടിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സോ നമുക്ക് എന്തായാലും വരുന്ന എപ്പിസോഡുകളിലായിട്ട് നമുക്ക് ഡ്രാഗനും കാര്യങ്ങളൊക്കെ കൊല്ലണം. സോ എന്തായാലും സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവന്മാരെ കയ്യിൽ നിന്ന് വാങ്ങിയ ഐറ്റംസുകൾ കാണിച്ചു തരാം കേട്ടോ. അതാണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിയത്. ബ്രിക്സും കാര്യങ്ങളും, അതുപോലെ തന്നെ എമറാൾഡ്സും വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബ്ലേസ് പൗഡർ കേട്ടോ. ഇത് വെച്ചാണ് നമ്മൾ ഐ ഓഫ് എൻഡർ റെഡിയാക്കിയത്. ഇതിൽ കുറേ ഐറ്റംസ് നമ്മൾ വാങ്ങിയതുണ്ട്. അതാണ്ട് ഈ ബ്ലോക്കൊക്കെ നമ്മൾ എന്തായാലും ഈ വില്ലേജറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ യൂസും എന്നറിയില്ല. നമ്മൾ എന്തായാലും ഇവനെ വില്ലേജറിനെ മാസ്റ്ററാക്കാൻ വേണ്ടി നമ്മൾ കുറേ ഐറ്റംസ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സെറ്റാണ്. നമ്മുടെ വില്ലേജും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിൽഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, ബട്ട് റെക്കോർഡാക്കിയില്ല കേസ്. റെക്കോർഡ് ചെയ്തത് കിട്ടിയില്ല. സോ സോറി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് ചെറിയ ചെറിയ പരിപാടീസ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വില്ലേജർ ഇപ്പോൾ വില്ലേജിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അയൺ ഗോളും കാര്യങ്ങളും ഒന്നാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം പ്രൊട്ടക്റ്റ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു എൻഡർമാൻ പോലെ തന്നെ സോംബീസൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 അയങ്കോളത്തിനെ സെറ്റാക്കണം. ഒരു 4-5 അയങ്കോളത്തിന് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു 4 അയങ്കോളത്തിന് സെറ്റ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് നമുക്ക് പംകിങ് എടുത്തുകൊണ്ട് വരണം. അതാണ് ഫസ്റ്റ് പരിപാടി കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ വില്ലേജിൽ എവിടെയോ ഞാൻ പംകിങ് കണ്ടിട്ടുണ്ട്. നമുക്ക് പംകിങ് ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു അയൺഗോളത്തിനെ ഫോൺ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അയൺഗോളത്തിന് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പംകിങ് വേണം മെയിനായിട്ട്. സോ അവിടെ ഒരു എൻഡർമാൻ ഉണ്ട് കേട്ടോ. ഇവിടെ 2 എൻഡർമാൻ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അങ്ങോട്ട് നോക്കുന്നില്ല. സോ നമ്മൾ ഇവിടെ എവിടെയോ പംകിങ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ യൂസ് ചെയ്തതാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ മുമ്പ് ഇവിടുന്നോ ഞാൻ എടുത്തിങ്ങനെ ഒരു 2 അയങ്കോളത്തിന് ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ യൂസ് ചെയ്തതാണ്. ഓ ഇവിടെ എവിടെയോ ഉണ്ട് എൻഡർമാൻ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ ആള്. നമ്മൾ ഷീൽഡ് ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ പ്രശ്നമാണ്. വാട്ടർമെലൻ കാണുന്നുണ്ട്. ഇവന്റെ കയ്യിൽ ചിലപ്പം പംകിങ് ഉണ്ടാവും. നോക്കട്ടെ, അണ്ണന്റെ കയ്യിലുണ്ടായിരിക്കും. പാക്കഡ് ലില്ലിപ്പാഡോ ഡ്രിപ്പ് സ്റ്റോൺ എന്തൊക്കെ കണ്ട് സംഭവം. സോ നമുക്ക് പംകിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും പംകിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും പൊട്ടിച്ചെടുക്കാം പംകിൻ. എന്തായാലും നമുക്ക് ഫുൾ അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഓ നമ്മൾ ജംഗിളിൽ എത്തിയിട്ടാ. നമുക്ക് എന്തായാലും ഫുള്ള് പൊട്ടിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ഫുൾ ആംഗോളത്തിന് റെഡിയാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മെയിനായിട്ടൊരു സംഭവം റെഡിയാക്കണം. നമുക്ക് നമ്മുടെ കത്രിക റെഡിയാക്കണം, സ്റ്റിയേഴ്സ് റെഡിയാക്കണം. സ്റ്റിയർ റെഡിയാക്കിയിട്ട് നമ്മുടെ ഈ ഒരു പംകിനും കാര്യങ്ങളും വേറൊരു സംഭവം ആക്കണം. ക്രാക്ക്ഡ് പംകിങ് ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്കത് സെറ്റാക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പംകിനും കാര്യങ്ങളും ആദ്യം ഇവിടെ ഒന്ന് എടുത്തു വെക്കണം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ക്രാക്ക്ഡ് ആക്കാം കേട്ടോ. ക്രാക്ക്ഡ് തന്നെയാണ് പറയാൻ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഷിയേഴ്സ് വെച്ചിട്ട് ഫുള്ളൊന്ന് സെറ്റായി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു സംഭവമാണ് കേട്ടോ കിട്ടുക. ഓക്കെ, നമ്മളൊന്ന് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു സാധനം കിട്ടിയിട്ടോ. എനിക്കൊന്ന് ഇതിൻ്റെ സീഡാന്ന് തോന്നുന്നു, പംകിങ് സീഡ്. ഓക്കെ നമ്മളൊരു വട്ടം ചെയ്തതാണിത് സംഭവം തോന്നുന്നു. എനിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിൽ തന്നെയാണോ ചെയ്തത്, ഇനി വേറെ വേൾഡിലാണോ ചെയ്തത് എനിക്ക് അറിഞ്ഞോ കേട്ടോ. അപ്പോൾ ഫുള്ളങ്ങ് ക്രാക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് സീഡും കിട്ടും കേട്ടോ. ഓക്കെ, എന്തായാലും പംകിനും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഏകദേശം 56 സീഡ് നമുക്ക് കിട്ടിയിട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പംകിങ് ഫാമിന് നമുക്ക് ഉപകാരപ്പെടും. സോ ഇനി നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചെടുക്കാന്നുള്ളതാണ്. ഫുള്ള് പൊട്ടിച്ചെടുക്കാം കേട്ടോ.
അതിൻ്റെ പേര് നോക്കണം. ക്രാക്കഡ് പംകിങ് തന്നെയാണോ അതിൻ്റെ പേര് നോക്കാം കേട്ടോ. ഞാനത് ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കട്ടെ. കെർവിഡ് പംകിങ് കേട്ടോ. കെർവിഡ് കെർവിഡ് പംകിങ് എന്നാണ് ഇതിന് പറയാ. ക്രാക്കഡ് അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ 14 അയൺഗോളത്തിനെ സെറ്റാക്കാനുള്ള ഒരു സംഭവങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അയൺഗോളത്തിനെ സ്പോൺ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതിനെ നമുക്ക് ഫസ്റ്റ് റെഡിയാക്കേണ്ടത് അയൺകുളത്തിനെ ഇനി ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ അതിന് നമുക്ക് ഇനി വേണ്ടതെന്ന് പറയുമ്പോൾ അയണാണ്. കുറച്ച് അയൺ ആവശ്യമുണ്ട്. സോ നമ്മുടെ അയൺ ഫാമിലേക്ക് പോയിട്ട് കുറച്ച് അയണും കാര്യങ്ങളും എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് നമ്മുടെ അയൺ കുളത്തിനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ വേഗം പോയിട്ട് നമുക്ക് നമ്മുടെ അയൺ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, എന്തായാലും ഞാനൊരു 4 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അയണൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഈ ഫാമിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഇവിടെ വെച്ച് നോക്കുകയാണ് ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് നമ്മളെ ഒരു അയൺ ഫാമാണ്. നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഒന്ന് സ്ലീപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നമ്മുടെ അയൺ ആദ്യം നമ്മൾ റെഡി ആക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലോക്ക് ഓഫ് അയൺ ആണ്. സോ നമുക്ക് മൊത്തം അങ്ങ് ബ്ലോക്ക് ഓഫ് അയൺ ആക്കാം. 35 റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് 14 ആവശ്യം. അപ്പോൾ എന്തായാലും ഓക്കെ നമ്മളെന്തായാലും 35 റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ അയൺ ബ്ലോക്ക്. സോ ഇനി നമ്മുടെ അയൺ കുളത്തിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ 2 ബ്ലോക്ക് വെക്കാം. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്, അതുപോലെ തന്നെ ഇവിടെയും ഒരു ബ്ലോക്ക്. അതുപോലെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ, കുറച്ചെണ്ണം. ഓക്കെ, നമ്മൾ ഈ ഒരു വാളിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു അയങ്കോളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. നമ്മളെ ഈ ഒരു സോംബീസും കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. എന്തായാലും ഞാൻ കുറച്ച് എനിക്ക് തോന്നുന്നു 1 2 3 4 5 അയൺകുളത്തിനുള്ള സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു കെർവ്ഡ് പംകിങ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അയൺകുളങ്ങളും കാര്യങ്ങളും സ്പോൺ ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ അയൺകുളം 1 റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ അങ്ങോട്ട് തല്ലിയാൽ ഇത് നമ്മളെ തിരിച്ചറ്റാക്കിയല്ലോ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളാണ് ഇതിൻ്റെ യജമാനം. അതുകൊണ്ട് തന്നെ നമ്മളെ ഇങ്ങോട്ട് തിരിച്ചറ്റാക്ക് ചെയ്യൂല. ആണ് സംഭവം. മറ്റേത് അങ്ങനല്ല, നമ്മളെ തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും ഫുൾ അങ്ങ് അയൺകുളത്തിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, എത്രയുടെ അയൺകുളം? ഈ 5 അയൺകുളത്തിന് നമ്മൾ സ്പോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്തോളും. സോ നമുക്ക് എന്തായാലും ഇത് ഫുൾ അങ്ങ് തീർത്തേക്കാം. നമുക്ക് എന്തായാലും മൊത്തം തീർക്കാം കേട്ടോ. നമുക്ക് ബാക്കി കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അയണും കാര്യങ്ങളങ്ങ് ഫുൾ അങ്ങ് തീർത്തേക്കാം. ഒന്നും കൂടി റെഡിയാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഇത് റെഡിയാക്കിയേക്കാം. അങ്ങനെ ഫുൾ അയങ്കോളായിരിക്കുകയാണ്. സോ കുറേ അയങ്കോളത്തിന് നമ്മൾ സ്പോൺ ആയിട്ടുണ്ട്.